ആ ചോദ്യത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി ഈ ദൃശ്യം. അപ്പൊ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായി. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നത്. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. മെയ് 29 ലാലട്ടന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് കൂടെയാണ് ദൃശ്യം 3 എത്തണത്. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു? ശരിക്കും എങ്ങനെയാണ് റിലീസ് ഡേറ്റിലേക്ക് വന്നത്? അതും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണെങ്കിൽ പറയാൻ കഴിയും. നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെയാണത് ഒരു റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ May 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ. ഞങ്ങൾ അല്ലാതെ വളരെ എപ്പോഴും സിനിമകൾ വേറെ ദിവസങ്ങളിൽ, പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ May 21 ഒരു വ്യാഴാഴ്ചയുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലേ ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം എത്രയും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നൊരു സിനിമ, ആ സിനിമ നമ്മുടെ പിറന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ ആന്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പൊ അതിന് വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാ പിറന്നാളും ഒരു സിനിമ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, അത് ദിവസങ്ങളോടെ വരണം. അപ്പൊ ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി ഈ ദൃശ്യം. അപ്പൊ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രേക്ഷകരെ ഇതിലെ ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും നടന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നത്. ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആന്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. ആശീർവാദ് സിനിമാസിന് ഏറ്റവും സന്തോഷമുള്ള ഒരു റിലീസ് ഡേറ്റ് ആണ്. ആശീർവാദിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ടതാണ് May 21 എന്ന് പറയുന്നത്. അപ്പോൾ ലാൽ സാർ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഇതുവരെയുള്ള എൻ്റെ ലാൽ സാറിനോട് ചേർന്നുള്ള യാത്രയും ഇതുപോലൊരു ദിവസം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. അതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ആ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ അതിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി അതിനെ ആ ദിവസം റിലീസ് ചെയ്യും. ഈ ബാഹുബലി 1 ഇറങ്ങിയ സമയത്ത് ബാഹുബലി 2 ഒരു സമയം ഉണ്ടായിരുന്നില്ല ഇറങ്ങി. അപ്പൊ എല്ലാവരും ചോദിച്ചിരുന്നു എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത്. അപ്പൊ അത് ഭയങ്കര വൈറലായ ഒരു ചോദ്യമായിരുന്നു. അതുപോലെയുള്ളൊരു ചോദ്യമാണ് ജോർജ് കുട്ടി പിടികൊടുക്കുമോ എന്നുള്ളത്. അപ്പൊ ഈ രഹസ്യം ഇപ്പൊ ഏകദേശം 13 വർഷത്തോളമായിട്ട് ഇത് കൈവച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ സീക്രട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഇപ്പൊ 3യുടെ സീക്രട്ടും അറിയാവുന്ന വളരെ ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കുമല്ലോ. ഇതിന്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആരോട് ഷെയർ ചെയ്യാനും പറ്റില്ല, എന്നാൽ ഒരു വലിയ കാര്യം അറിയുകയും ചെയ്യാം. അതിനെ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? 3യുടെ ആ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ആ 1ന്റെ 2ലും സൂക്ഷിച്ചു പോലെ രഹസ്യമൊന്നും ഇവിടെ സൂക്ഷിക്കണ്ട. കാരണം എല്ലാവർക്കും അറിയാം, പോലീസിനറിയാം, നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചത്. തെളിവില്ലാത്തതുകൊണ്ടാണ് ഭാഗത്ത് പോകാത്തതെന്നും അറിയാം. അതാണ് അവസ്ഥ. അദ്ദേഹം ഉദ്ദേശിച്ച് ഞാൻ പറയാം. ഈ 2ലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ 3ലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ അത് റാണിക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഇപ്പൊ സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി രണ്ടാമത്തെ എല്ലാ കാര്യവും പറഞ്ഞു. എന്തെങ്കിലും പറയണ്ടേ? അല്ല, വെരി ഹാപ്പി ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസായി മാറിയതിൽ. ആൻഡ് എൻ്റെ ക്യാരക്ടറും റാണിയുടെ ക്യാരക്ടറും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി മാറി.
ഇത്ര ഒരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറായി മാറിയതിൽ വളരെ സന്തോഷം. പിന്നെ May 21st റിലീസ് ആവുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ധമാക്ക, റിലീസിംഗ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസ് ദൃശ്യം 3 on Lalitan's birthday. And ദൃശ്യം 3-ൽ ഞാൻ പറയാന്നുള്ളത് ഇറ്റ്സ് മോർ ഓഫ് ഇമോഷണൽ ആൻഡ് ഇമോഷണൽ പ്ലേ ആണ് ബിറ്റ്വീൻ ദ ടു ഫാമിലീസ്. എങ്ങനെ എനിക്ക് ഇതിനെ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഐ എം വെരി വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ്, ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. സോ ദൃശ്യം 3 കൂടി വളരെ വലിയൊരു ഇതുപോലെ തന്നെ ദൃശ്യം 1 and 2 പോലെ തന്നെ വലിയൊരു എന്താ പറയുക ബിഗ്ഗസ്റ്റ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവും. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പൂർത്തി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഐ ഹോപ്പ് you all like the film and love the film like D1 and D2. Thank you so much. മലയാളത്തിലെ ഏറ്റവും വലിയൊരു മഹാനടൻ ഓപ്പോസിറ്റ് നിൽക്കുക, അത് ഒരു പാരമ്പര്യം പോലെ കൊണ്ടുപോവുക 2 സിനിമകളിൽ. 3ാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു പ്രതീക്ഷകളും ഗീതാ പ്രഭാകർ പ്ലാനിങ്ങുകൾ എന്തായിരിക്കും എന്നൊക്കെ അറിയാനൊരു നമുക്ക് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഒരു ശരാശരി പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ഈ തിരക്കഥ പറയുമ്പോഴും അല്ലെങ്കിൽ ഐഡിയ പിച്ച് ചെയ്യുമ്പോഴും ഗീതാ പ്രഭാകർ ഈ വട്ടം എത്രമാത്രം സ്ട്രോങ് ആണ് അങ്ങനെ വെച്ചൊരു പാരാമീറ്റർ ഉണ്ടാവുമല്ലോ, അത് റീച്ച് ചെയ്തിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. 21st നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. പക്ഷെ ഇങ്ങനൊരു കഥാപാത്രത്തിലേക്ക് എത്തിപ്പെട്ടതിൽ വളരെ വളരെ സന്തോഷം. 1ഉം 2ഉം കഴിഞ്ഞ് 3ൽ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഗീതാ പ്രഭാകർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു, ഓഫ് കോഴ്സ് 1ലും 2ലും ഒക്കെ. പക്ഷെ അവരുടെ ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. അവരിലൊരു അമ്മ കൂടിയുണ്ട്. അപ്പൊ ആ അമ്മ എങ്ങനെ അത് സഹിക്കുന്നു, അല്ലെങ്കിൽ അവരിലുള്ള പോലീസ് ഓഫീസർ അതെങ്ങനെ സഹിക്കുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും എൻ്റെയും ഉള്ളിലുള്ള കാര്യം. എനിക്ക് എല്ലാ പ്രേക്ഷകരെയും പോലെ ഞാനൊരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെയും ഉള്ളിലുള്ള കാര്യമാണ്. വി വിൽ സീ 21st നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ഗീതാ പ്രഭാകരത്തിൽ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. താങ്ക് യു. ദൃശ്യം കുടുംബത്തിലേക്ക് ഒരു പുതിയ ആള് വീണെത്തിയിരിക്കുകയാണ്. അത് നമ്മൾ എന്താണ് കഥാപാത്രം, ഇവരുടെയൊക്കെ കഥാപാത്രത്തെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വീണയുടെ കഥാപാത്രം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ആ പുതിയ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം ആ കഥാപാത്രം. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാനിതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയൊക്കെ പോലെ തന്നെ. അതിന് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വളരെയധികം സന്തോഷം ദൃശ്യം പോലത്തെ ഒരു സിനിമയിൽ ഒരു പുതിയ അഡീഷൻ ആവാൻ പറ്റിയതിന്. അന്വേഷണമാകുമ്പോൾ ഇനിയും തുടർന്നുള്ള ഭാഗങ്ങൾ അന്വേഷണത്തിന്റെ ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ. സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഇനിയും തുടർന്ന് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. തുടരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാരെയും പോലെ. ഞാനേട്ടാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയണം. ഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ ഷർട്ട് മാറാൻ പറഞ്ഞിട്ട് ഞാൻ മാറാതിട്ടുണ്ടോ? ദൃശ്യം 3 ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിനിമ എടുക്കുമ്പോഴും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ചിത്രചേട്ടൻ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന് കഥ മാറുന്നതിനനുസരിച്ച് ക്യാരക്ടേഴ്സിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഗ്യാപ്പിനിടയിൽ വീണ്ടും ഈ ക്യാരക്ടറായി മാറുമ്പോൾ ഓഫ്കോഴ്സ് ആ ക്യാരക്ടറിന് പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ കഥാപാത്രമായി പിന്നീട് മാറുമ്പോൾ അതെങ്ങനെയാണ് ഡയറക്ടർ ആ ഒരു മാജിക്ക്? നമുക്ക് ദൃശ്യത്തിലെ 1ലെയും 2ലെയും ജോർജ് കുട്ടിയെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതുപോലെ 3ലേക്ക് വരുമ്പോൾ ആ കഥാപാത്രം ഓൾറെഡി ഉള്ള കഥാപാത്രമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജോർജ് കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പലപ്പോഴും നമ്മൾ പല സിനിമകൾ ചെയ്യുമ്പോൾ അതിലെ കഥാപാത്രത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത, എനിക്ക് പിടി തരാത്ത ഒരാളാണ് ജോർജ് കുട്ടി. കാര്യം അയാൾക്ക് ഭയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം ജോർജ് കുട്ടി അങ്ങനത്തെ ഒരാളല്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്കും ഒരു ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു നരകം പോലെയാണെന്നാണ് പറയുന്നത്. അതിങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ ഒരു മർഡറൊന്നും ചെയ്ത ആളല്ല, അയാളൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത ആളല്ല, അയാൾ ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പക്ഷെ എത്ര നാൾ അയാൾ ഇത് ഹോൾഡ് ചെയ്യും? അവരുടെ കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, എന്താണ് ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്,
ഇതിനൊരു അവസാനം ഒരു എല്ലാ കുറ്റപ്പെടുത്തലുകളും അയാളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ കാരണമാണ് ഞങ്ങളിത് സഹിക്കുന്നത്. അതിൻ്റെ ഒരു കൾമിനേഷൻ, എല്ലാത്തിനും ഒരു അവസാനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചു. അതിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പം ജോർജ് കുട്ടിക്ക് എന്താ സംഭവിച്ചു? ജോർജ് കുട്ടി ഒരു ഭീരുവല്ല. കാര്യം അയാൾക്ക് ഓൾറെഡി അയാൾക്ക് അറിയാം എന്നാലും ഇത് എക്സ്പെക്ട്, ഇതൊരു ലൈക്ക് ഡെത്ത് പോലെയാണ്. മരണം നമുക്ക് സംഭവിക്കുന്നറിയാം, പക്ഷെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ അതിലൊരു ഫിയർ ഉണ്ടാവും, അല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പക്ഷെ അത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രത്യേക ഫിലോസഫിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ജോർജ് കുട്ടിയെ കാണുന്നത്. അയാൾക്കറിയാം എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കും, പക്ഷെ എൻ്റെ കുടുംബത്തിലെ അതിൽ ഒന്നും സംഭവിക്കാതെ നോക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട് ഐ വിൽ ടേക്ക് ദ ബ്ലെയിം എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഫിലോസഫിക്കൽ ഒരു ചിന്തയുള്ള ഒരാളായിട്ടാണ് ജോർജ് കുട്ടി. 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല, ഇവോൾവ് ചെയ്യുന്നു. ആ ക്യാരക്ടർ 13 വർഷം കൊണ്ട് അയാൾ ഒരു ഇവോൾവ് ചെയ്തിട്ട് വേറൊരു ഒരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ ഈ കാര്യം ആണെങ്കിൽ ജിദ്ദ് പറയും. ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ഞാനിത് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് ഇറങ്ങി, സെക്കൻഡ് പാർട്ട് ഇറങ്ങി. പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടി ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന മുകളിലേക്ക് വളർന്ന് കഥാകൃത്തിന്റെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയില്ല. ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജോർജ് കുട്ടീനെ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഒരുപക്ഷെ കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ ആ കഥാപാത്രത്തെ വല്ലാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റ് ചെയ്ത് വല്ലാത്ത രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്നും ആ കഥാപാത്രം അതിനേക്കാൾ വളർന്ന് വലുതായി വേറെ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് ബിയോണ്ട് മൈ കൺട്രോൾ. അതാണ് എൻ്റെ ഒരു അവസ്ഥ. കാരണം ഒരിക്കലും ഞാൻ പോകാത്ത തലങ്ങളിലൂടെയാണ് അതെനിക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തലത്തിലൂടെയാണ് ജോർജ് കുട്ടിയുടെ ട്രാവൽ. ജിത്തു സാർ എപ്പോഴും ഈ ദൃശ്യത്തിനെ കുറിച്ച് ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകര് ദൃശ്യം 1 2 കണ്ടുള്ള പ്രേക്ഷകർ വലിയ ട്വിസ്റ്റാണെങ്കിൽ അവസാനം വന്നത് അതേ ട്വിസ്റ്റോട് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിപ്പോൾ ജിത്തു സാർ എപ്പോഴും ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ വിശ്വസിക്കുന്നില്ല. അല്ല, അത് പ്രേക്ഷകർ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇതില് അതാ ഞാൻ പറഞ്ഞത്. ഒരു ഫാമിലി ഡ്രാമ, അതിനകത്തേക്ക് ഒരു ക്രൈം വന്ന് ആ ഒരു സിറ്റുവേഷനകത്തൂടെ നമ്മൾ ഒരു അതിന്റെ ഒരു കഥാഗതിയുടെ വളർച്ചയില് കുറച്ച് സംഭവവാസങ്ങൾ ഉണ്ടായത് നിങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചു. അതിനപ്പുറത്തേക്കൊരു ട്വിസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് നമ്മള് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. ആക്ച്വലി അതൊരു ബ്രില്യൻസ് അല്ല, ഭയങ്കര റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഇപ്പൊ ഞാനൊരു 1-2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരുപക്ഷെ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒത്തിരി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ജോർജ് കുട്ടിയുടെ ഫസ്റ്റിന്റെ ഒരു റിയാക്ഷൻ. റാണി ഇങ്ങനെ അതിന് 2ാമത്തെ ദിവസം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ പോകുന്ന ഒരു റിയാക്ഷൻ, നല്ല രീതിയിലൊരു റിയാക്ഷൻ ജോർജ് കുട്ടിയിൽ നമുക്ക് കിട്ടി. ഇമ്മീഡിയറ്റ് അവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു, ജോർജ് കുട്ടി ഈ ബാക്കി ഡയലോഗ് നടക്കുമ്പോൾ ഈസ് വോക്കിംഗ്, ഇതിനെ എങ്ങനെ മറികടക്കും? ഇമ്മീഡിയറ്റ് ആ ഡയലോഗ് തീർന്നു. അവിടുന്ന് ചോദ്യം സഹദേവന്റെ വന്നു, ഇപ്പൊ എല്ലാം ക്ലിയർ ആയത് അങ്ങനെയില്ല. അപ്പൊ ജോർജ് കുട്ടി ഒരു സ്മൈൽ ആക്കിയിട്ടുണ്ട്. ഉടനെ ഓപ്പോസിറ്റ് തന്നെയാണൊന്ന് പതറി. പുള്ളി എന്നെ വളരെ ലാഘവത്തോടെ ഇട്ടത്. ബാക്ക് ഓഫ് ഹിസ് മൈൻഡ് ഈസ് വോക്കിംഗ്. ഇമ്മീഡിയറ്റ് പുള്ളി ആ പ്രശ്നം സോൾവ് ചെയ്ത് എങ്ങനെ വെച്ചാൽ അല്ല, അത് പ്രിൻസിപ്പൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ പുള്ളി കാര്യത്തിൽ നേരത്തെ കാര്യം ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് ഡേറ്റിന്റെ കാര്യം മനസ്സിലായത്. അതിനൊരു സൊല്യൂഷൻ ആ മൊമെന്റ് പുള്ളി കണ്ടെത്തി. അങ്ങനെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ, അതുപോലെ റിഫ്ലെക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ഒരു ഞാൻ പറയുമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് പറയുന്ന സർക്കാർ ഡേ റീക്രിയേറ്റ് ചെയ്യാനുള്ള യാത്ര, ആ യാത്രയിലായിരിക്കും പുള്ളി പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു നല്ല ബേസിക് എന്താ പറയുക കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം സിനിമയിൽ നിന്ന് അക്യൂർ ചെയ്ത നോളജ്, അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി അല്പം മുന്നേ നമ്മൾ ഒരു മുഴുവൻ നീട്ടി എറിഞ്ഞ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ റാണിയുടെ ക്യാരക്ടർ എടുത്തു വെക്കി, അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, മകൾ ബൈ ആക്സിഡന്റ് ഒരാളെ കൊന്നു,
റാണിയും ഒരു റിഫ്ലക്സ് ആക്ഷനിലാണ് പെട്ടെന്ന് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പോയി അവിടെ ആ കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയെ കൊണ്ടുപോയിട്ട് മൂടിയത്. അതും ഒരു കൈൻഡ് ഓഫ് ഇന്റലിജൻസ് ആണ്. അപ്പം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ചിലരിൽ അതിന്റെ ഒരു എന്താ പറയാ, ഇതിനൊരു ഇത് കൂടി നിൽക്കും അതൊരു. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ട്വിസ്റ്റ് ഇല്ല അങ്ങനെയില്ല എന്നല്ല പറയുന്നത്. ഇത് അതിന്റെ മുകളിലാണ് ഇതിനകത്ത് ഇമോഷൻ. ആ ഇമോഷൻ എല്ലാവരും വിട്ട് കളയുകയാണ്. അത് ട്വിസ്റ്റോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഫസ്റ്റും സെക്കൻഡും തേർഡിലും ചിലപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിൽ ഇമോഷനാണ്. അത് നിങ്ങൾ വിട്ട് കളയുന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നാളെ പ്രസ് മീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 13 വർഷം മുമ്പ് പറഞ്ഞു, 13 വർഷം മുമ്പ് ദൃശ്യത്തിന്റെ കഥ കേൾക്കുന്നു. അന്ന് പറയുന്നു അണ്ണാ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. ഇത് സാറിന് അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. അണ്ണാ ഇത് നമുക്ക് ചെയ്യാം. പിന്നീട് സെക്കൻഡ് പാർട്ട് വന്നു, ഇതിപ്പോ തേർഡ് വരുന്നു. ആ കഥയിൽ അത്രമാത്രം പ്രാധാന്യം അന്ന് കഥ കേൾക്കുമ്പോൾ എന്താണ് ആംഗിളിച്ചേട്ട് തോന്നിയത്? ഇത് എനിക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇനി 4ഉം 5ഉം ഒക്കെ വേണം. ജോർജ് കുട്ടിയെ ഒരിക്കലും പിടിക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. എങ്ങനെ മുന്നോട്ട് പോകണം? എന്താണ് ആംഗിളിച്ചേട്ടന് അണ്ണ എന്നൊരു വിളിയിൽ ഉറപ്പ് കൊടുക്കാൻ കാരണം? ഞാൻ ഈ ലാൽ സാറിന്റെ സിനിമകളൊക്കെ എനിക്കൊരു ആക്ഷൻ, അതായത് ഒരു ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഹീറോ വേഷങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളും നസീർവാദിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ചില ചിത്രങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. ദൃശ്യത്തിന്റെ ഒരു കഥ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹീറോ, ആ ഹീറോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ സാറുമായി ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മലയാളികൾക്ക് ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സിനിമകൾ നിർമ്മിക്കാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് വിചാരിച്ചാൽ ഞാൻ ഓരോ ചിത്രത്തെയും സമീപിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥയിൽ അതിനകത്ത് എനിക്കിഷ്ടമുള്ള ഒരു ഹീറോ, ഒരു ഹീറോ പരിവേഷമുള്ള ഒരു നായകനെ ആ സിനിമയുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു, ഞാൻ മനസ്സിൽ കണ്ടില്ല. അപ്പൊ ആ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അടി മാത്രം കൊടുക്കുന്ന അത് മാത്രമായിട്ടല്ല ഹീറോയിസത്തിൽ കാണുന്നത്. അപ്പൊ അതിനുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ദൃശ്യത്തിന്റെ കഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ആ 1ാം ഭാഗവും 2ാം ഭാഗവും ഈ 3ാം ഭാഗവും അതിനെല്ലാത്തിനകത്തും നമ്മുടെ മനസ്സിലുള്ളൊരു ഹീറോ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ 1ഉം 2ഉം വിജയിക്കാൻ കാരണം. 3ാം ഭാഗവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഈ സിനിമയിൽ സഹകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മുൻപോട്ടും അതുപോലുള്ള ഹീറോകൾ തന്നെയുള്ള ഭാഗങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ നമ്മുടെ മനസ്സിലുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ജിത്തുവിനെ അതിനെ പ്രേരിപ്പിക്കും എന്നും കൂടി ഈ അവസരത്തിൽ പറയാം. നമ്മുടെ ടീച്ചറിൽ കാണുന്നത് വളരെ എവിടെ ഉണ്ടാകുമെന്ന് പറയണം. അല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് ഇവിടെ വരാൻ സാധിക്കുമെങ്കിൽ ചിലപ്പോൾ കാണും. അങ്ങനെ പറയാൻ പറ്റും. ആഗ്രഹമുണ്ടല്ലേ. ഫ്രഷ് ഷോ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്, നല്ല കാര്യമാണ്. അതിന്റെ അകത്തോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള പ്രശ്നം എന്താ ചോദിക്കാൻ? അല്ല, അതൊരു അല്ല, അദ്ദേഹം കുറെ സമയം ജോർജ് കുട്ടീനെ മേക്ക് ചെയ്ത പോലെയാണ് സഹദേവനെ മേക്ക് ചെയ്തത്. അപ്പൊ സെക്കൻഡില് ഈ സഹദേവൻ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സഹദേവൻ അപ്പൊ ഈ തേർഡ് വരുമ്പോ സഹദേവൻ തിരിച്ചു വരുമ്പോ എന്തായിരിക്കും? സഹദേവന് കുട്ടിയുടെ അവരും കുട്ടികളുടെ മൊഴികളിൽ സഹദേവന്റെ പണി പോയി. സഹദേവൻ പോലീസ് അല്ല, പണി പോയി, പുള്ളി വേറെ വഴിയിൽ പോയി. അങ്ങനെ ആരൊക്കെ അങ്ങനെയൊക്കെ പോയി. ടീസറിൽ വളരെ ഭയത്തോടെ ഇരിക്കുന്ന ജോർജ് കുട്ടിയുടെ ഒരു വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊരു വ്യക്തി നീതി പൊതുനീതിയുമായിട്ട് ക്ലാഷ് ആകുമ്പോഴത്തേക്കുള്ളൊരു മാനസിക വെല്ലുവിളിയിൽ നിന്നുള്ളൊരു ഭയത്തിലുള്ളൊരു മൂവി ആയിരിക്കും ദൃശ്യം 3. ഭയത്തിലുള്ള മൂവി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിൽ ഇപ്പം ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ പതുക്കെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഒരു കുറച്ചുകൂടെ ഇവോൾവ് ആയ ഒരു സോളായി മാറി, കുറച്ച് ഫിലോസഫിക്കലായി മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ അത് ചിന്തിച്ച് മനസ്സിലാക്കിയത് ഒരു വ്യക്തി എന്ന് പറയുന്ന അയാള് ആ ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു ഹെല്ലാണ്.
അതായത് എപ്പോഴും പിടിക്കപ്പെടാവുന്നൊരു ഫിയറിൽ നടക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഭയം ഉണ്ടാകും. അയാൾ ഏജ് ആകുകയാണ്, എല്ലാ കുട്ടികൾ വളർന്നു, അവർക്കൊരു ലൈഫ് ഉണ്ടാകണം, ഭാര്യയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുന്നത് എന്ന് 21-ാം തീയതി കാണും. ഞാൻ വരണോ, നിൽക്കണോ, പോണോ? അപ്പൊ ഉറപ്പ് പറഞ്ഞ് ചെയ്യണ്ടേ? അപ്പൊ അത് അന്ന് എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ? വരും, വരാതിരിക്കാം. ഇനി വന്നില്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് കേക്ക് കട്ട് ചെയ്യാം. രാവിലത്തെ ഷോയ്ക്ക് വന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ഇതില് ഭയങ്കര പ്രധാനപ്പെട്ട റോൾ അഭിനയിച്ചു. ഏറ്റവും പുള്ളി സിനിമ കാണുമ്പോഴും അതെ ഭയങ്കര ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചെന്ന്. വേറെ നമുക്ക് വൈകിട്ടൊരു കേക്ക് കട്ടിയാൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ആരും എടുത്തിട്ട് പോകാൻ അവിടെ തന്നെ Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.